നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ബി.ജെ.പിയിൽ സീറ്റിന് പിടിവലിയും വോട്ട് തട്ടാനുള്ള ബഡായി മാമാങ്കങ്ങളുമെല്ലാമാണ്. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സീറ്റ് സ്വന്തമാക്കണമെന്ന ആവശ്യം ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിൽ ഉന്നയിച്ച് നടനും ബി.ജെ.പി നേതാവുമായ ജി കൃഷ്ണകുമാർ രംഗത്തെത്തിയതോടെ പാർട്ടിയിലെ ഉൾക്കലഹം പരസ്യമായി പുറത്തുവന്നുവെന്ന് തന്നെ പറയണം. സംസ്ഥാന കോർ കമ്മിറ്റി അംഗമല്ലാത്ത കൃഷ്ണകുമാറിനെ പ്രത്യേക ക്ഷണിതാവായി യോഗത്തിൽ എത്തിച്ച ശേഷമാണ് വട്ടിയൂർക്കാവ് സീറ്റിനായി തുറന്ന അവകാശവാദം ഉന്നയിച്ചത്. കഴിഞ്ഞ ഒരു വർഷമായി മണ്ഡലത്തിൽ സജീവമാണെന്നും താൻ മത്സരിച്ചാൽ ബി.ജെ.പിക്ക് നിയമസഭയിൽ ഒരു എം.എൽ.എ ഉറപ്പാണെന്നുമായിരുന്നു അമിത്ഷായ്ക്ക് മുന്നിലെ കൃഷ്ണകുമാറിന്റെ അവകാശവാദം. അതേസമയം ഈ സീറ്റിൽ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരനും താൽപര്യം പ്രകടിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ആർ.എസ്.എസ് ബി.ജെ.പി വൃത്തങ്ങൾ തമ്മിലുള്ള ആഭ്യന്തര സമ്മർദ്ദങ്ങളും സ്ഥാനാർത്ഥി തർക്കങ്ങളും വട്ടിയൂർക്കാവിനെ ചുറ്റി രൂക്ഷമാകുന്ന സാഹചര്യമാണ് ഇത്. നിലവിൽ എൽ.ഡി.എഫ് എം.എൽ.എ വി കെ പ്രശാന്തിന്റെ മണ്ഡലമായ വട്ടിയൂർക്കാവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഉയർത്തിക്കാട്ടി അമിത ആത്മവിശ്വാസത്തിലാണ് ബി.ജെ.പി. ഇതിനിടെയാണ് ബി.ജെ.പി നേതാക്കളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളെ കടന്നാക്രമിച്ച് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ രംഗത്തെത്തിയത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവനകളെ പരിഹസിച്ചാണ് ഗണേഷ് കുമാറിന്റെ വിമർശനം. വോട്ട് തട്ടാൻ വേണ്ടി എന്തും പറയുന്ന രീതിയാണ് സുരേഷ് ഗോപിയുടേതെന്ന് മന്ത്രി തുറന്നടിച്ചിരിക്കുകയാണ്. എയിംസ് ആദ്യം തൃശൂരിലും പിന്നീട് ആലപ്പുഴയിലും വരുമെന്ന അവകാശവാദങ്ങൾ മാറ്റിമറിച്ച ശേഷം ഇപ്പോൾ തെങ്കാശിയിലായാലും മതിയെന്ന നിലപാടിലേക്കാണ് സുരേഷ് ഗോപി എത്തിയതെന്നായിരുന്നു പരിഹാസം. കേരളത്തിൽ ഒളിമ്പിക്സ് നടത്തുമെന്ന സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനവും യാഥാർത്ഥ്യബോധമില്ലാത്ത വോട്ട് വാഗ്ദാനങ്ങളുടെ ഭാഗമാണെന്ന് ഗണേഷ് കുമാർ കുറ്റപ്പെടുത്തി. വികസന അജണ്ടയില്ലാത്ത കൽപ്പനകളും പ്രസ്താവനകളും മാത്രം മുന്നോട്ട് വെച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ബി.ജെ.പി ശ്രമിക്കുന്നതെന്ന് മന്ത്രി വിമർശിച്ചു. ഒരു ഭാഗത്ത് സീറ്റ് പിടിക്കാൻ അമിത്ഷായുടെ മുന്നിൽ തന്നെ നേതാക്കൾ നടത്തുന്ന മത്സരവും മറുവശത്ത് നടപ്പാക്കാനിടയില്ലാത്ത വാഗ്ദാനങ്ങളുമായി കേന്ദ്രമന്ത്രിമാരുടെ പ്രസ്താവനകളും കേരളത്തിൽ ബി.ജെ.പി രാഷ്ട്രീയ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെയും വിലയിരുത്തൽ.